നിങ്ങളെ പൈസ ദുബൈയിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഇരട്ടിയാക്കാൻ പറ്റുമോ? തീർച്ചയായും പറ്റും. വീഡിയോ അവസാനം വരെ കാണുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും. ദുബൈ ഇപ്പോൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നതാണ് 2030 അജണ്ടയും അതേപോലെ തന്നെ 2040 മാസ്റ്റർ പ്ലാനിങ്. എന്താണ് ഇത്? ഇതുകൊണ്ട് എങ്ങനെയാണ് നിങ്ങൾക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റുന്നതെന്ന് ഞാൻ ഇപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു. അപ്പോൾ ഈ 2030 2040 കൊണ്ട് ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2030 ആകുമ്പോഴേക്കും ഒരു 3 ട്രില്യൺ എക്കോണമി ദുബൈനെ ആക്കി മാറ്റാനാണ് ഗവൺമെന്റിന്റെ പ്ലാൻ. അതായത് ദുബൈനെ ഒരു ഗ്ലോബൽ ഫിനാൻഷ്യൽ ഹബ്ബാക്കി മാറ്റാനാണ് ഹിസ് ഹൈനസ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമിന്റെ പ്ലാൻ. അപ്പോൾ 2040 മാസ്റ്റർ പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തം ദുബൈയെ 60% ഗ്രീനറി ആക്കി മാറ്റാനും അതേപോലെ തന്നെ ദുബൈ ഒരു 20 മിനിറ്റ് സിറ്റി ആക്കി മാറ്റാനാണ് ദുബൈ ഗവൺമെന്റിന്റെ പ്ലാൻ. ഞാൻ ഇതെല്ലാം പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇതിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് പൈസ ഉണ്ടാക്കാൻ പറ്റുക? കാണിച്ചു തരാം. ഇതാണ് 2010 പോപ്പുലേഷൻ, അതായത് 1.86 മില്യൺ ആയിരുന്നു പോപ്പുലേഷൻ. ഇന്നുള്ള പോപ്പുലേഷൻ അതായത് 2024 ആകുമ്പോഴേക്കും അറൌണ്ട് 3.8 മില്യൺ പോപ്പുലേഷൻ ആണ് ദുബൈയിലുള്ളത്. 2030 ആകുമ്പോഴേക്കും 5 മില്യണോളം റെസിഡൻസ് ആണ് ദുബൈ എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പൊ ഇപ്പൊ മാർക്കറ്റിൽ ഉണ്ട് എന്ന് പറയുന്നത് 5,50,000 റെഡി യൂണിറ്റ്സ് ആണ്. 2030 ആകുമ്പോഴേക്കും നമുക്കൊരു 1 മില്യൺ പ്രോപ്പർട്ടീസിന്റെ ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് ദുബൈ റിയൽ എസ്റ്റേറ്റ് മാർക്കറ്റ് ബൂമിലാന്ന് എല്ലാവരും പറയുന്നത്. കാരണം ഇവിടെ ഡിമാൻഡ് ഉണ്ട്, പക്ഷെ സപ്ലൈ ഇല്ല. അപ്പൊ ഇതൊക്കെ കൊണ്ട് തന്നെയാണ് ദുബൈയിൽ പൈസ ഇട്ടാൽ പൈസ ഉണ്ടാക്കാൻ പറ്റും എന്ന് പറയുന്നത്. അപ്പൊ ദുബൈ റിയൽ എസ്റ്റേറ്റിനെ കുറിച്ച് കൂടുതൽ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്തോ. ഫ്രീ കൺസൾട്ടേഷൻ ഞാൻ നിങ്ങൾക്ക് തരുന്നതായിരിക്കും.